നമസ്കാരം. ആദ്യം തന്നെ ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അബ്ദുൽ മലിക്. KMT Silks എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമുക്ക് 2-3 വേർട്ടിക്കലുണ്ട് ബിസിനസ്സിൽ. അതിൽ ഒരു വേർട്ടിക്കലാണ് KMT Silks എന്ന് പറയുന്നത്. ഒരു ബിസിനസ് കുടുംബമാണ് എൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ മുതൽ ബിസിനസ് ചെയ്യണ ഒരിതായിരുന്നു. നമ്മളെ തുടക്കം BD ആണ്. KMT BD, ജോക്കർ BD എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ബിസിനസ്സാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഞങ്ങൾ ബിസിനസ്സിനെ ഭയങ്കര ഡൈനാമിക്കായിട്ട് കൊണ്ടുവന്ന ആളാണ് എൻ്റെ ഫാദർ. ഫാദർ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. മൂപ്പര് ടൈൽസ്, സാനിറ്ററി അതിലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ പക്ഷെ മൂപ്പര് ഭയങ്കര അഗ്രസീവ് ആയത് കാരണം നമ്മളുടെ അവിടെ നല്ല നല്ല തുണിക്കടകൾ നല്ല കച്ചവടം ചെയ്ത് കണ്ടപ്പോൾ മൂപ്പരും വിചാരിച്ചു എന്നാൽ എനിക്കും തുടങ്ങാം ഒരു തുണിക്കട എന്ന് വിചാരിച്ച് 96 സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു. കാരണം എന്താ വെച്ചാൽ 96 ഈ ബിസിനസ് തുടങ്ങി. അപ്പോൾ ഫാദർ വിചാരിച്ചു ഇത് ബിസിനസ് തുടങ്ങിയിട്ട് അതങ്ങനെ അതിൻ്റെ പാട്ടിന് നടന്നോളും. കാരണം മറ്റേ ബിസിനസ് നല്ല രീതിയിൽ നടക്കണ്ടായിരുന്നു. മൂപ്പർക്ക് ഈ ബിസിനസ്സിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇതത്ര ഫ്ലറിഷ് ആയില്ല. ചെറിയ രീതിയിലാണ് തുടങ്ങിയതെങ്കിലും അതും അത്ര കണ്ട് ടേക്ക് ഓഫ് ആയില്ല. പക്ഷേ മൂപ്പരും തോൽവി സമ്മതിക്കുന്ന ആളല്ല. ആ ബിസിനസ് അങ്ങനെ കൊണ്ടുപോയി. ഒരു 2002 ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ആ സമയത്ത് മാസ്റ്റേഴ്സിന് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ മാസ്റ്റേഴ്സിന് പോകണം. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനായത് കാരണം മൂപ്പര് പറഞ്ഞു നീ മാസ്റ്റേഴ്സിന് പോയിക്കോ, പക്ഷേ 2 കൊല്ലം ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഒന്ന് നിന്ന് അതൊന്ന് ഹാൻഡിൽ ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമുക്ക് മാസ്റ്റേഴ്സിന് പോവാം എന്ന് പറഞ്ഞ് എന്നാൽ ശരി നമുക്ക് അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുത്തു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഐ വാസ് വെരി യങ്. പിന്നെ എല്ലാതൊരു കുട്ടികളിൽ നിന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ രീതിയിൽ ഈ ആ എക്സിസ്റ്റിംഗ് ഷോറൂം തന്നെ ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമ്മൾ റീബ്രാൻഡ് ചെയ്തു. അന്ന് ആ സമയം വരെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ് വേറെ പേരിലായിരുന്നു. അങ്ങനെയാണ് 2003 KMT Silks എന്ന പേരിൽ നമ്മൾ റീബ്രാൻഡ് ചെയ്യണത്. ബിസിനസ്സിൽ ഇൻവോൾവ് ആയി. അപ്പോൾ പുള്ളിക്കാരനും ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്. ഇത് എൻ്റെ അടുത്ത് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഐ ടേക്ക് പുള്ളിക്കാരൻ എടുത്ത ഒരു വളരെ നല്ലൊരു ഡിസിഷൻ എന്താ വെച്ചാൽ ബിസിനസ് എന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല എനിക്ക് 100% ഫ്രീഡം തന്നു. ഫ്രീഡം അപ്പോൾ എനിക്ക് എന്തും ചെയ്യാം. പുള്ളിക്കാരൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഇത് ഏത് വഴിക്കാണ് പോകണമെന്നുള്ളൊരു അപ്ഡേറ്റ് കൊടുക്കുക എന്നുള്ളത് അല്ലാതെ എനിക്ക് എന്ത് ഡിസിഷൻസ് കൊടുക്കാം, വല്ലാതെ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിതിൻ്റെ ആ ഒരു രസം കിട്ടി തുടങ്ങി. വലിയ കുഴപ്പമില്ലാതെ ബിസിനസ് പോയി. ഒരു ആഫ്റ്റർ ഒരു 5-6 ഇയേഴ്സ് ഞാൻ റിയലൈസ് ചെയ്തു ഈ പോയിന്റിൽ ഇനി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചെയ്താലേ ഒരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ അന്ന് 8000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന എൻ്റെ ബിസിനസ് ഞാൻ വേറൊരു സ്പേസ് പുതിയൊരു ബിൽഡിങ് 50,000 സ്ക്വയർ ഫീറ്റിലോട്ട് മാറ്റി. അത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു റിസ്ക് ആക്ച്വലി എടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അന്ന് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അത്രയും ബിസിനസ് നമുക്ക് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ സ്കെയിലപ്പ് ചെയ്യാതെ നമ്മൾ ഇനി ഇങ്ങനെ ഒരു ആവറേജ് കളി കളിച്ചാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷൻ കാരണം നമ്മൾ 2012 ആക്ച്വലി പുതിയ പ്രൊമൈസിൽ 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ ഷോറൂം തുടങ്ങി. അതിനുശേഷം അൽഹംദുലില്ലാഹ് ആസ് ഓഫ് നൗ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റി. ഒരു ഷോറൂം എന്നുള്ളത് നമുക്കത് 2 ഷോറൂമാക്കി. 2 ഷോറൂമും നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. ദാറ്റ്സ് ദ സ്റ്റോറി സോ ഫാർ.